ഞാൻ വരും. ആ സാധ്യത അനുമോൾ ഓർ അനീഷ്, കൺഫ്യൂസ്ഡ് ആണ് ആരായിരിക്കും. പക്ഷെ ആരാണെങ്കിലും ഓക്കെ, രണ്ടുപേരും ഡിസേർവിംഗ് കപ്പടിക്കാൻ. റീ എൻട്രി ഇപ്രാവശ്യത്തെ മോശമായിട്ട് തോന്നി. കാരണം റീ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കണ്ടസ്റ്റൻസിനെ ഹാപ്പി ആക്കുക, അവരെ ലൈക്ക് അവർക്ക് വേണ്ട പോലെ എന്നല്ല, ഹാപ്പി ആയിട്ട് നിൽക്കുക. കയറുന്ന പോലെ അല്ല റീ എൻട്രിക്ക്, ഡിഫറെൻ്റ് ആണ്. എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈമാണ് റീ എൻട്രി. അപ്പോൾ എല്ലാവരുമായിട്ട് നല്ല ബോണ്ടിങ് ആവുക, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കാനാണ് നോക്കേണ്ടത്. ആ ഒരു കൺസെപ്റ്റ് തോന്നി. അനുമോളെ ആക്രമിച്ചു പോലെ തോന്നി. കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷക എന്ന നിലയിൽ അനുമോളെ എല്ലാവരും മട്ടംകുട്ടി ആക്രമിക്കുന്ന പോലെ തോന്നി. എന്തറിയോ, അവർക്ക് രണ്ടുപേർക്കും അവർക്ക് പേഴ്സണലി അനുമോളുടെ PR കാരണം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനുമോള് കാരണമല്ല, അനുമോളുടെ PR കാരണം. അപ്പോൾ അവർക്ക് അത് പറഞ്ഞു തീർക്കണം എന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ശൈത്യനെ അറിയാം. അപ്പോൾ ശൈത്യ ആക്ച്വലി ഒരു പാവമാണ്. ഒരു എന്താ പറയുക, മനസ്സിലൊന്നും നിൽക്കില്ല. ശൈത്യക്ക് അത് പറഞ്ഞു തീർക്കണം, എന്നാലേ അവർക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു കൺസേൺ അല്ലെങ്കിൽ എനിക്കത് പറഞ്ഞു തീർക്കണം എന്നുള്ള രീതിയിലായിരിക്കാം അവിടെ പോയത്. പക്ഷെ ഔട്ട് വന്നത് ശൈത്യക്ക് ഭയങ്കര നെഗറ്റീവായിട്ടാണ്. ചിലപ്പോൾ അതിലും കൂടുതൽ അവിടെ സംഭവിച്ചിട്ടുണ്ടാവും, അതിലും കുറവായിരിക്കാം. അതൊന്നും അവർ കാണിക്കില്ല. ഞാൻ ഇതിനു മുന്നേ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വേണ്ടത് ഔട്ട് കൊടുക്കേണ്ടത് എഡിറ്റ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഔട്ട് കാണുമ്പോൾ യെസ് ഓഫ് കോഴ്സ് ശൈത്യം ബിൻസിയൊക്കെ അനുമോളെ ഭയങ്കരമായിട്ട് കോർണർ ചെയ്യുന്ന പോലെ തോന്നി. സങ്കടമായി. ആ അതെ അതെ. ഇല്ല, അതായത് അനുമോളുടെ ഭാഗത്തും തെറ്റുണ്ട്, ആദിലയുടെ ഭാഗത്തും തെറ്റുണ്ട്. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ആദിലയുടെ ഭാഗത്ത് മാത്രം തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഞാനും ഡെയിലി എപ്പിസോഡ് കാണുന്ന ഒരാളാണ്. പക്ഷേ ആദിലക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിലക്ക് കൺഫ്യൂസ്ഡ് ആയി, ആദില മാനിപ്പുലേറ്റഡ് ആയി, ഇൻഫ്ലുവൻസ്ഡ് ആയി. അപ്പോൾ എന്താ പറയണ്ടേ, എല്ലാവരും കൂടി വന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആദിലയുടെ മൈൻഡിലുള്ളതും കൂടി ആദില പറഞ്ഞു പോയി. അതാണ് അവിടെ സംഭവിച്ചത്. അനീഷല്ലേ, ചിലപ്പോൾ ഗെയിം ആയിരിക്കാം, അവസാനം ലാസ്റ്റ് മിനിറ്റിൻ്റെ ഗെയിം ആയിരിക്കാം. ഇനിയിപ്പോൾ പ്രണയാണെങ്കിൽ നല്ലത്, എന്താണെങ്കിലും. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. അവരുടെ ഭയങ്കര ക്യൂട്ടായിരുന്നു, രണ്ടുപേരുടെ രസമുണ്ടായിരുന്നു. നൂറ ടോപ്പ് 3 എന്ന മൈൻഡിൽ നൂറ ടോപ്പ് 3 ആണ്. ഭയങ്കര സങ്കടമുണ്ട് നൂറ ഔട്ടായതിൽ. ഇത്രയും കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ടിക്കറ്റ് ഫിനാലെ കിട്ടിയിട്ട് ഇതിന് മുന്നേ ഒരു സീസണിലും ഞാൻ കണ്ടിട്ടില്ല ടിക്കറ്റ് ഫിനാലെ കിട്ടിയ ഒരാൾ ടോപ്പ് 5 വരാണ്ട് പോകുന്നത്. അത് ഭയങ്കര മോശമായി പോയി ബിഗ് ബോസ് ചെയ്തത്. ഭയങ്കര സങ്കടമുണ്ട്. നൂറ ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്തെങ്കിൽ ടോപ്പ് 5 വരാൻ ഡിസേർവിംഗ് ആയിരുന്നു. നൂറ 100% ഡിസേർവിംഗ് ആയിരുന്നു. നൂറേനെ ഔട്ടാക്കിയതിൽ ഭയങ്കര വിഷമമുണ്ട്, ഭയങ്കര പ്രതിഷേധമുണ്ട്. ഇനി മേലെ ഇതുപോലെ ആരോട് ചെയ്യരുത്. അല്ലെങ്കിൽ പിന്നെ അത് കൊടുക്കണ്ടായിരുന്നു. ആ ആര്യനെ കൊടുത്തിട്ട് ആര്യനെ എനിക്ക് അൺഫെയർ ആയിട്ട് തോന്നിയ 2 എവിക്ഷനാണ്. ഒന്ന് ആര്യനൊന്ന് നൂറ. ഭയങ്കര പറയുമ്പോൾ തന്നെ സങ്കടവും ദേഷ്യമൊക്കെ വരുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് വിഷമമാണ്. ഇത് ഇടുമ്പോൾ നിങ്ങൾ ഫുള്ള് ഇടണം, പകുതി വെച്ച് കട്ട് ചെയ്ത് ഇടരുത്. മണി ബോക്സ് അതെ, ആ ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. കാരണം ആദില മണി ബോക്സ് എടുത്ത് പോകുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ മണി ബോക്സും കൊണ്ട് ആദില പോയി കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നൂറയ്ക്ക് സപ്പോർട്ട് കൂടും. പക്ഷെ അങ്ങനെ വേണമായിരുന്നു. ആ ബോക്സ് വെക്കണമായിരുന്നു. പക്ഷെ അതും കൊള്ളാം, ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. പക്ഷെ ബോക്സ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് അല്ലേ. ഇതിപ്പോൾ വിന്നറിൻ്റെ എമൗണ്ടിൽ നിന്നാണ് ഈ പൈസ പോകുന്നത്. അത് കുറച്ച് കഷ്ടമാണ്. അതിനും ടാക്സും കഴിഞ്ഞ് കിട്ടുന്നത് വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ഭയങ്കര പിഷ്കന്മാരാ ഈ ടീം. അതെനിക്ക് അങ്ങനെ തോന്നുന്നത്. പേയ്മെൻറ്റും കുറവ്, ആൾക്കാർ അത്രയും കഷ്ടപ്പെട്ട് 100 ദിവസം നിൽക്കുന്നവർക്ക് പേയ്മെൻറ്റും കുറവ്. വിൻ ചെയ്യുന്ന ആളുടെ എമൗണ്ടിൽ നിന്ന് മറ്റേ മണിയുടെ ആ വീക്കിന് അതും പോയി. ഭയങ്കര മോശമായി പോയി. പറഞ്ഞു അൺഫെയർ ആയിരുന്നു, ഭയങ്കര അൺഫെയർ ആണ്. കാരണം അത്രയും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾ ടിക്കറ്റ് ഫിനാലെ കിട്ടിയിട്ട് ഔട്ടായി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര സങ്കടം. 5 ഉറപ്പാ. അതെ, എല്ലാ സീസണിലും ടിക്കറ്റ് ഫിനാലെ കിട്ടുന്ന ആൾ ടോപ്പ് 5 ഉണ്ട്.
ഇപ്രാവശ്യം ലാലേട്ടൻ വന്നിട്ട് പറയാ ഫിനാലയിലേക്കാണ് കിട്ടിയേക്കണേന്ന്. പിന്നെ എന്തിനാ കൊച്ചു അത്രയും കഷ്ടപ്പെട്ട് അവിടെ ചെയ്തേ? ആയിരിക്കും ആണ്. അതായത് ആദില നൂറ ഒരുമിച്ച് നിർത്തി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നൂറ ആദിലിനേക്കാളും കൂടുതൽ സപ്പോർട്ട് നൂറയ്ക്കാ. അപ്പോൾ നൂറ എനിക്ക് തോന്നുന്നു ടോപ്പിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ബിഗ് ബോസിന്റെ ആ ടീമിന്റെ ഒരു രീതി ആയിരിക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, PR ചെയ്യുന്ന ആൾക്കാരില്ലേ അവർക്കാണ് കൂടുതലും, അവരാണ് ഈ PR എന്ന് ഏത് നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധാരണ ജനങ്ങൾ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലുള്ള കമൻസ് കാണുമ്പോൾ നമുക്കറിയാം സാധാരണ ജനങ്ങൾ അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, അനീഷിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. മനസ്സിലായി? അപ്പോൾ ആര് ജയിച്ചാലും അവരവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. PR ഉണ്ടായാൽ മാത്രം പോരാ, കണ്ടന്റ് കൊടുക്കണം. ഇപ്പോൾ വേണ്ട ശരിയല്ല, PR ഉണ്ടായാൽ മാത്രം പോരാ, കണ്ടന്റും കൊടുക്കണം. അപ്പോൾ കണ്ടന്റ് രണ്ടുപേരും കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേര് ജയിച്ചാലും രണ്ടുപേരും ഡിസേർവിംഗ് ആണ്. ഞാൻ എക്സാമ്പിൾ പറയാം. ഒരിക്കലും ജിൻഡോനെ അനുമോളായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല, രണ്ട് വേറെയാണ്. ജിൻഡോ വേറെ ഒരു എക്സ്ട്രീമാണ്. പക്ഷെ ജിൻഡോയുടെ പെർഫോമൻസ് വേണ്ട. അനുമോളുടെ അകപ്പാടെ വളരെ ഈ കുലസ്ത്രീ കളിക്കുന്ന കാര്യങ്ങളും അതുമാത്രം പ്രശ്നമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് അനുമോൾ കണ്ടന്റ് അവിടെ കൊടുക്കുന്നുണ്ട്. ജിൻഡോനെ പോലത്തെ ചീപ്പ് കണ്ടന്റ് അല്ല അനുമോൾ അവിടെ കൊടുത്തേക്കുന്നത്. അത് ക്വാളിറ്റി നോക്കണം നിങ്ങള്. ക്വാളിറ്റി മാറ്റേഴ്സ് മാൻ. അതാണ് നമ്മുടെ സമൂഹം. ക്വാളിറ്റി ഉള്ളവരെ വേണ്ട. അതുകൊണ്ടാണ് ഒരുപാട് പേര് ഔട്ടായി പോയത്. നല്ല നല്ല ആൾക്കാർ ഔട്ടായി പോകുന്നത് അതുകൊണ്ടാണ്. നെഗറ്റീവ് സാധനങ്ങളാണ് ആൾക്കാർ പെട്ടെന്ന് കാണുന്നതും എടുത്തു നോക്കുന്നതും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും. എത്രയോ നല്ല നല്ല കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. എത്ര ചർച്ച വരുന്നുണ്ട്? ഇല്ല. ഗൈസ് ബൈ. ഓക്കെ, എന്നെ ഏറി കയറ്റു. ആ പറയൂല. അതൊക്കെ കിട്ടിയ ഞാൻ ആര് അത്ര ഒന്നുമില്ല. കോമണേഴ്സിനായിരുന്നു ഏറ്റവും കുറവ്. ഞാൻ കോമണർ ആയിരുന്നു 4-5 ബുദ്ധിമാനെ പറയൂല. ഞാൻ ഏകദേശം ആ റേഞ്ച് തന്നെ. ഒരു തരം 2 തരം ആരാ? ആ എന്നിട്ട് അത് സായിയുടെ കൺസെപ്റ്റ് ആണ്, സായിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. എൻ്റെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഞങ്ങള് മൊട്ടയായിരുന്നു. ഞങ്ങള് കിച്ചൺ ടീം ആവുമ്പോ ഞാന്, അപ്സര, ഗബ്രി, അർജുൻ, ഞങ്ങള് 4 പേരായിരുന്നു കിച്ചൺ ടീം. ആ സമയം ഞങ്ങൾക്ക് ഡെയിലി എഗ്ഗൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന കിച്ചൺ ടീമാണ്. നമ്മളവിടെ കുക്കിങ് ഞങ്ങൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, ലൈക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കുക്കിങ്ങിൻ്റെ ഒക്കെ ആണെങ്കിലും ഭക്ഷണമൊക്കെ ആണെങ്കിലും എല്ലാവർക്കും എല്ലാം ഈക്വലായിട്ട് കൊടുക്കുന്ന ടീമായിരുന്നു ഈ ഞങ്ങളുടെ കഴിഞ്ഞ സീസൺ കേട്ടോ. അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ആളുടെ എണ്ണത്തിന് നമ്മൾ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെക്കും. പക്ഷേ നമ്മൾ എക്സ്ട്രാ 2-3 വെക്കും. എന്നിട്ട് അവർ കുക്കിംഗ് കഴിഞ്ഞ് ഓരോരുത്തർക്ക് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ബാക്കിൽ പോകുന്നു. യെസ്, ചപ്പാത്തി, ജാം, പിന്നെ എന്തൊക്കെയോ കിട്ടുമായിരുന്നല്ലോ, മറ്റേ യോഗട്ടിൻ്റെ പോലത്തെ എന്തോ സാധനം കിട്ടും. പിന്നെ ഈ അർജുൻ ഒരു സാധനം, ഞാൻ, അർജുൻ, അപ്സര, ഞാൻ അധികം അങ്ങനെ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമം തോന്നും. കാരണം ബാക്കിയുള്ളവരുടെ ഫുഡും കൂടി അല്ലേ എന്നുള്ളൊരു കുത്തൽ വരുമായിരുന്നു. പക്ഷേ ഇവന്മാർ കൊണ്ടുവന്നിട്ട് കട്ടിലിനോടൊക്കെ കൊണ്ടുവന്നിട്ട് തരും. മറ്റേ ലീഫൊക്കെ, അയ്യോ എൻ്റെ പേരൊക്കെ മറന്നുപോയി. ആ ലീഫിൻ്റെ മറ്റേ ക്രീമൊക്കെ തേച്ചിട്ട് ഞങ്ങൾ രാത്രി കഴിക്കുമായിരുന്നു. എന്തറിയോ, മോർണിംഗ് ടാസ്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കുക്കിങ്ങിന് കയറുമ്പോഴായിരിക്കും ചിലപ്പോൾ മോർണിംഗ് ടാസ്കിന് വിളിക്കുന്നത്. അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോർണിംഗ് ടാസ്കിന് വിളിക്കും. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേഗം നമ്മൾ 2 എണ്ണം കഴിച്ച് പോയി മോർണിംഗ് ടാസ്ക് ചെയ്ത് വരുമ്പോഴേക്കും അവിടെ അടിയായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് കഴിക്കാനുള്ള മൂടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഫുഡ് ഉണ്ടാവാറുണ്ടായിരുന്നു.
ആകെപ്പാടെ ഞങ്ങൾ നേരിട്ട ഒരു പ്രശ്നം ഉപ്പില്ലാത്തതായിരുന്നു. ഒരാഴ്ച ഉപ്പുണ്ടായിരുന്നു. എന്റെ ഇപ്പുറത്ത് ജിൻഡോ, ഇപ്പുറത്ത് രതീഷ് ചേട്ടൻ, രണ്ടുപേരും നല്ല കൂർക്കമലിയായിരുന്നു. ഫസ്റ്റ് വീക്ക് ഞാൻ നടുവിലായിരുന്നു. ഞാൻ ജാസ്മിൻ പുറത്തായിരുന്നു തോന്നുന്നു, പുറത്തായിരുന്നു ഞാൻ. ജിൻഡോ ഇപ്പുറത്ത്, രതീഷ് ചേട്ടൻ ഇപ്പുറത്ത്, നടുക്ക് ഞാൻ. പക്ഷെ എന്താ ലൈക്ക് ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ടല്ലോ. നമുക്ക് അതിലൊന്നും അവരുടെ കാര്യങ്ങളാണ്, പേഴ്സണൽ കാര്യങ്ങളാണ്. നമ്മൾ പ്രശ്നമൊന്നും ഉണ്ടാക്കാനൊന്നും പോയിട്ടൊന്നുമില്ല. മുന്നോട്ട് പോകണം, എൻ്റെ ആഗ്രഹം പോകും. കാര്യം എന്താ അറിയോ, ഈവൻ അനുമോളാണെങ്കിലും ആദിലെ നൂറ എങ്ങനെ പറയാ, അങ്ങനെ നൂറയ്ക്ക് അങ്ങനെ വലിയ പ്രശ്നമില്ല. അനുമോൾക്കും ആദിലേക്കുമാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ആദിലെ അനുമോളാണെങ്കിലും കുറച്ച് നേരം മിണ്ടിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവർ സെറ്റാവും. ഇപ്പം അതിൻ്റെ അകത്ത് പക്ക മിസ്അണ്ടർസ്റ്റാൻഡിങ്ങാണ്. അപ്പോൾ എന്തായാലും പുറത്തിറങ്ങിയാൽ ആദിലത് ക്ലിയർ ചെയ്യുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ശൈത്യ ശൈത്യയുടെ കാര്യം എനിക്ക് അറിയില്ല. പക്ഷെ ഇവര് 3 പേരും മുന്നോട്ട് പോകണം. കാരണം പട്ടാ ഗേൾസ്, ഞാൻ പട്ടാ ഗേൾസിന്റെ ഫാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പട്ടാ ഗേൾസ്. ഇല്ല, വിശ്വസിക്കുന്നില്ല. കാരണം ശൈത്യക്ക് നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ശൈത്യയുടെ പോയിന്റ് ഓഫ് വ്യൂ അധികം ആൾക്കാർ കേട്ടിട്ടില്ല, മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഔട്ട് കൊടുക്കുന്നത് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അതിന് മുന്നേ കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. അത് ഇനിയും ലൈവ് ത്രൂ ഔട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ കുറച്ച് ശൈത്യയുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. മിസ്റ്റേക്ക് ഇല്ല എന്നൊന്നുമല്ല, ശൈത്യയുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷേ അത്രയും പ്രശ്നം ഉണ്ടാക്കിയതുപോലെ എനിക്ക് തോന്നിയില്ല. റീ എൻട്രീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തേലും അത്ര പ്രശ്നം ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല.